പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 6ാമത്തെ ചാപ്റ്ററിൽ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിന് തുടർച്ചയായിട്ടുള്ള ബാച്ചുകളിലും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി സിലബസ് അപ്ഡേഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഓൾറെഡി 2023 ഒക്ടോബർ വരെ അഡ്മിഷൻ എടുത്ത് പരീക്ഷ എഴുതുന്നവരായിക്കോട്ടെ, അതേപോലെ മുമ്പ് എക്സാം എഴുതാൻ പറ്റാത്തവരൊക്കെ അവരൊക്കെ ഓൾഡ് സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. 24 ഏപ്രിൽ മുതൽ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് മാത്രമേ ന്യൂ സിലബസ് ബാധകമാകൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡിൻ്റെ 60% മാത്രം എക്സാമിന് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കൊക്കെ പഴയ തന്നെയാണ്, അതിൻ്റെ 60% മാത്രമേ എക്സാമിനുള്ളൂ. ബാക്കി വരുന്ന 40% TMA ചാപ്റ്ററാണ് എക്സാമിൽ നിന്ന് ഒഴിവാക്കിയത്. ആ 60%ത്തിൽപ്പെട്ട ചാപ്റ്റർ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ ഇന്ന് 6ാമത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ 2 മാർക്കും 3 മാർക്കും 5 മാർക്കും മാക്സിമം 5 മാർക്കാണ്. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ 1 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായി വർക്ക്ഔട്ട് ചെയ്യണം. ഗൈഡ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ കഴിയുള്ളൂ. 1 മാർക്കിന് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ, ഇപ്പോൾ 6ാമത്തെ ചാപ്റ്ററാണ്, 6.1 ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 6.2 ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6.3 അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ ആ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ബോർഡിൽ ഏകദേശം 9 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദി ലിസ്റ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്നത് സ്വത്തവകാശമാണ്, അത് റിമൂവ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, മൗലികാവകാശങ്ങളിൽ ഡേഷ് അമെൻഡ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സ്വത്തവകാശം ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ 44ാമത്തെ അമെൻഡ്മെന്റ് 44 എന്നാണ് ഇവിടെ ആൻസർ. 44ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരമാണ് ഭരണഘടനയിൽ നിന്ന് എന്താണ് മൗലികാവകാശത്തിൽ നിന്ന് ഏത് ഒഴിവാക്കിയിട്ടുണ്ട്? പ്രോപ്പർട്ടി, സ്വത്തവകാശത്തിനുള്ള അവകാശം ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, the rights are given part 3rd of the constitution. അവകാശങ്ങൾ അറിയപ്പെടുന്നുണ്ട് 3ാമത്തെ പാർട്ടായിട്ട് ഭരണഘടനയിൽ. അതിന് പറയുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡെഫിനിഷൻ പോലെയാണ്. 3ാമത്തെ റൈറ്റ് ടു ഈക്വാലിറ്റി. ഈക്വാലിറ്റി ആണ് തുല്യത ഉള്ളതാണ്. മൗലികാവകാശപ്പെട്ടതാണ് ഈക്വാലിറ്റി. അതിന്റെ ലക്ഷ്യം എന്താണ്? എൻഡ് ടു ഡേഷ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് അവസാനിപ്പിക്കണം? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹികപരമായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് അവസാനിപ്പിക്കണം എന്നുള്ളത് സോഷ്യൽ, സാമൂഹികപരമായ വിവേചനമാണ്. 4ാമത്തെ ചോദ്യം, റൈറ്റ് ടു ഈക്വാലിറ്റി ആസ് ഡേഷ് കൈൻഡ് ഓഫ്. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ആസ് ഡേഷ് കൈൻഡ് അല്ലേ? ഏത് ഇക്വാലിറ്റിയാണ്? എത്ര കൈൻഡ്സ് ഓഫ് ഇക്വാലിറ്റിന്റെ ആൻസർ 5 തരം തുല്യത ഉണ്ട്. 5ാമത്തെ ചോദ്യം, റൈറ്റ് ടു ഡേഷ് പ്രൊവൈഡ് ഫോർ ദി അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്നാണ് പറയുന്നത്. റൈറ്റ് ടു ഏത് അവകാശമാണ് ടച്ചബിലിറ്റി ഒഴിവാക്കുന്നത്? ഇക്വാലിറ്റി എന്നുള്ളതാണ്. അൺടച്ചബിലിറ്റി ഒഴിവാക്കുന്നത്. 6ാമത്തെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് മെയ്ഡ് ബൈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ, ആൻസർ വരുന്നത് 86 ആണ്. 86 ഓഫ് ദി അമെൻഡ്മെന്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളുടെ 86ാമത്തെ അമെൻഡ് പ്രകാരമാണ്. 7ാമത്തെ, എംപ്ലോയ്മെന്റ് ഓഫ് ദി ചിൽഡ്രൻ അല്ലെ, കുട്ടികളുടെ തൊഴിൽ എന്ന് പറയുന്നത് ഓഫ് ദി ഫാക്ടറി ബിലോ അല്ലെ. ഈ ഫാക്ടറികളിലൊക്കെ നമ്മൾ പറയുന്നത് 14 വയസ്സാണ് അവിടെ പറയുന്നത്. പ്രോഹിബിഷൻ ബൈ നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെ 14 വയസ്സാണ് അവിടെ കൊടുത്തത്.
എട്ടാമത് ചോദ്യം, റിലീജിയൻ ഈസ് ദ കൺസേൺ ഓഫ് ദി ഡേസ് സെക്ടേഴ്സ് ഏരിയ. റിലീജിയൻ ഈസ് ദ കൺസേൺസ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് അവിടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ്, നോ ഡേഷ് എഡ്യൂക്കേഷൻ ക്യാൻ ഇമ്പാർട്ടഡ് ഇൻ എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് only maintained out of the state fund. Answer, religion education. No religion education can be imparted any educational institution only but of the state. പരമാവധി വൺ വേർഡ് ആൻസറിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ്, അതിനിപ്പോൾ മലയാളം മീഡിയത്തിൽ എഴുതണമെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ വൺ വേർഡ് ആൻസർ ആയിരിക്കും, അത് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. ഒരാൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് കിട്ടില്ല മലയാളത്തിൽ എഴുതും വിരോധമല്ല, ഏറ്റവും ബെറ്റർ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആൻസറുകൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. പിന്നെ വരുന്ന 2 മാർക്കും 3 മാർക്കും 5 മാർക്കൊക്കെ നിങ്ങൾക്ക് പരമാവധി മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ മറ്റുള്ള പൊളിറ്റിക്സിന്റെ ചാപ്റ്ററും അതുപോലെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളും നമ്മൾ ഈ പുതിയ സിലബസ് പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NISന്റെ SSLC +2 വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമുക്ക് എക്സാം സെന്റർ ഉണ്ട്. അതുകൊണ്ട് ഏത് ജില്ലയിൽ നിന്ന് വിളിക്കുന്ന കുട്ടി ആയിക്കോട്ടെ അവർക്കൊക്കെ നമ്മൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ അടുത്തുള്ള സ്കൂളുകളിൽ എക്സാം സെന്റർ അലോട്ട് ചെയ്യും. അതേപോലെ തന്നെ ഗൾഫുകളിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് SSLC +2 വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഗൾഫിൽ ഇരുന്ന് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം. നിങ്ങളുടെ ജോലിക്കോ മറ്റുള്ള പഠനത്തിനോ തടസ്സമാകാത്ത രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.